പോടാ പോടാ കേറിപ്പോടാ. സോറി, ഞാൻ പേപ്പർ സാർ. നായർ. കുമാർ സാർ. ഏത് കമ്പനിയാ ഇവൻ? സാർ ആക്ച്വലി ഇവൻ ബ്രേവോ കമ്പനിയാണ് സാർ. പക്ഷെ നൗഡേസ് കേണൽ രവിയുടെ സേവകരാണ്. ബ്രിഗേഡിയറോട് ഒരു വാക്കുപോലും പറയാതെ ഞാൻ സണ്ണിച്ചാനെ ചാർജ് ഏൽപ്പിച്ചു പോയാൽ അദ്ദേഹത്തിന് ഞാൻ തോന്നുന്നു. നോനോ, മിസ്റ്റർ ഫെർണാണ്ടസ് ആളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. താൻ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ബാംഗ്ലൂർ കോൺടാക്ട് ചെയ്യും. ഗോവിന്ദന്റെ വീട്ടിൽ ഇപ്പോൾ ആള് താമസിച്ചില്ല. വീട് വൃത്തിയാക്കി താക്കോൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളു. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി. ചെയ്തു. താങ്ക്സ്. Swati, come on, yeah, let's go. No, this is too much. ബ്രിഗേഡിയറെയാണ് നീ അവമാനിച്ചിരിക്കുന്നത്. ഇഡിയറ്റ്. നീ എന്റെ ഓർഡറിലാണെന്ന് കൂടെ അറിയുമ്പോൾ അങ്ങർക്ക് വേറെ ബലം തോന്നും. അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്ന നാട്ടിലേക്ക് അയച്ചാൽ ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. സാർ ഞാൻ നോ മോർ ടോക്സ്. ഗെറ്റ് ഔട്ട്. ആർക്കാ വലിയിട്ട് ഈ ചാക്കണക്കിന് വാരി കൊടുക്കുന്നേ? വാരി കൊടുക്കുന്ന നമ്മൾ 3 പേരെ പോലുള്ള അവകാശം അവക്കുണ്ട്. അത് പണ്ട് ദേവി ചേച്ചി ആച്ചമ്മ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ. പുറത്താക്കിയാലും പെങ്ങളല്ലാണ്ടാവൂടാ. ആങ്ങളമാരാണെന്ന വിചാരം ചേച്ചിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ആച്ചമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നു. ഇനി പഴയ പല്ലവി പാടണ്ട. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പടിക്ക് പുറത്താക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്നപ്പോഴും ശവം അടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തെണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ. കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താടി ഇത്ര പറയാനുള്ളത്? ഇറങ്ങടി കളത്തിന് പുറത്ത്. ഓണം കിട്ട് തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. തെണ്ടാൻ വന്നല്ല, വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടുത്തെ അരി നെല്ലൊന്നും എനിക്ക് വേണ്ട. കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും 3 നേരം ഉണ്ടു കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട്. അത് മതി. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിളിച്ചു വരുത്തി നാണം കടത്താനായിരുന്നു വലിയേട്ടന്റെ ഉദ്ദേശം. സമാധാനമായല്ലോ അല്ലേ? വാ മോളെ. വെക്കടാ, എടുത്തകത്ത് വെക്കടാ. തിന്നാ മാത്രം ഒരു പത്തായം. എടാ മേലെ ഞാൻ അറിയാതെ 1 മണി നെല്ലോ കാശോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിന്നെയാവും ഞാൻ അടിച്ചിറക്കുക. ആ അയ്യപ്പ, ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാ. രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്ന് ഉടപ്പിക്കണം. അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകയില്ലാന്നോ? അല്ല, അവളെവിടെ? ആ മീനാക്ഷി